KSRTC ബസ് പോകുന്നുണ്ട്, കണ്ടില്ലേ? അതിനകത്ത് പരസ്യം കണ്ടോ? ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല, അവർക്ക് DA കൊടുക്കുന്നില്ല, അവർക്ക് ശമ്പള പരിഷ്കരണമില്ല, ആനുകൂല്യങ്ങളൊന്നുമില്ല. പക്ഷേ 9 കോടി രൂപയാണ് ഈ KSRTC ബസിന്റെ സൈഡിൽ ഈ പിണറായി വിജയന്റെ, ഇത് മറ്റേ ഒരു ശ്രീനിവാസൻ ഒരു സിനിമയെ പറയത്തില്ലേ, ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമയില്, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, പിണറായി വിജയന്റെ തല ഫുൾ ഫിഗർ. ഈ KSRTCയിലെല്ലാം ഇങ്ങനെ പതിപ്പിച്ച് വെക്കുന്നതിന് വേണ്ടി പരസ്യ കമ്പനിക്ക് വേണ്ടി ചെലവാക്കിയിരിക്കുന്നത് 9 കോടി രൂപയാണ്. 9 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പരസ്യങ്ങളെല്ലാം ഒട്ടിച്ചു വച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ MC റോഡിൽ ഇങ്ങോട്ട് വരുമ്പോ ഇപ്പൊ വലിയ ഹോർഡിങ്സും ഉണ്ട്. എവിടെ? പുറയിലാണ്. എവിടെ ഉണ്ട്? അപ്പൊ ഇങ്ങനെ വലിയ ഹോർഡിങ്സ് ആണ് മുരളീകൃഷ്ണ. അതില് കേരളം ഉഷാറായി, ലോക നിലവാരത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് വേറെ ഏതോ പ്ലൈവുഡ് കമ്പനിക്കാരന്റെ ഒരു പരസ്യം അറിയാതെ കൊണ്ടുവച്ചതാ, ഏത് തള്ളും താങ്ങും. രണ്ടും അറിയാതെ ഒരു സ്ഥലത്ത് വന്നുപോയി. ഇത് കേരളം ലോക നിലവാരത്തിൽ എന്ന് പറയുന്നതിന്റെ ഇപ്പുറത്ത് പ്ലൈവുഡ് കമ്പനിക്കാരൻ കൊണ്ട് പരസ്യം വെച്ചിട്ട് പോയി. അവന്മാരറിയാതെ വെച്ചതാണ്, അറിഞ്ഞൊന്നും വെച്ചല്ല സാധുക്കള്. ഏത് തള്ളും താങ്ങും. അപ്പോ ഇത് കാണുമ്പോൾ പ്രസംഗിക്കാൻ പറ്റുന്നില്ല, എല്ലാ വണ്ടിയിലും ഉണ്ട്. ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങാൻ പോവാണ് 2 മാസം കഴിയുമ്പോൾ. അപ്പോ സച്ചിദാനന്ദ മാഷിന്റെ വീട്ടിൽ ഇന്ന് പോയിരിക്കുകയാണ് ഗൃഹസമ്പർക്കത്തിന്. മാഷ് നന്നായി പറഞ്ഞിട്ടുണ്ടാവും ചെന്നവരോട്. ഇപ്പൊ CPM-ന്റെ വിലയിരുത്തൽ വന്നു, ഗൃഹസമ്പർക്കം നടത്താൻ ആളില്ല, പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തില്ല, ഉദ്ദേശിച്ച പോലെ വിജയിച്ചില്ല. ഈ തെറി കേൾക്കാൻ ആരെങ്കിലും പോവുമോ? ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ പച്ചത്തെറിയാണ് ആളുകൾ തിരിച്ചു വിളിക്കുന്നത്. അതുകൊണ്ട് ഇവർ ആദ്യം തന്നെ ഗൃഹസമ്പർക്കത്തിന് പോകുന്നവർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു, എന്തു പറഞ്ഞാലും തിരിച്ചൊന്ന് പറയരുത്, നിന്ന് കേട്ടോണമെന്ന്. എന്തായാലും പറയും എന്നുള്ള കാര്യം ഇവർക്ക് ഉറപ്പാണ്. ആളുകൾക്ക് വായിക്ക് രുചിയായിട്ട് പറയാൻ പറ്റുന്ന എല്ലാം അവര് പറയും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതുകൊണ്ട് പോയവർക്കെല്ലാം നിർദ്ദേശം കൊടുത്തു, എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയരുത്, നിന്ന് കേൾക്കണം. അതായത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൊള്ളസംഘവും ഈ 10 കൊല്ലക്കാലം കൊള്ളയടിച്ചിട്ട് ഈ ബ്രാഞ്ചിലെ പാവപ്പെട്ടവൻ പോയിട്ടാണ് ഈ തെറി മുഴുവൻ കേൾക്കേണ്ടി വരുന്നത്. അവൻ ഈ തെറി കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ്. അവന് വല്ല ഗുണവും കിട്ടിയിട്ടുണ്ടോ? അവന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയിട്ടുണ്ടോ? അവന്റെ കുടുംബത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഇവരെല്ലാം കൂടി ഇവിടെ ഇരുന്ന് ചെയ്ത കൊള്ളരുതായ്മയ്ക്ക് പാവപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറി വീട് വീടാന്തരം കയറി തെറി കേട്ടോണ്ടിരിക്കുകയാണ്. നാട്ടുകാർ കാത്തിരിക്കുമായിരുന്നു ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ അവരുടെ പ്രതിഷേധം മുഴുവൻ തീർക്കാനായിട്ട്. അത് മുഴുവൻ തീർക്കുന്നത് കേട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗവൺമെന്റിന് തൊഴിലാളികൾക്ക് കൊടുക്കാൻ പണമില്ല, പെൻഷൻ കൊടുക്കാൻ പണമില്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യം കൊടുക്കാൻ പണമില്ല, ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുക്കാൻ പണമില്ല. ഇതേപോലെ KSRTCയിലൊക്കെ പിണറായി വിജയന്റെ വലിയ പടം വലിയ അക്ഷരത്തിൽ എഴുതി വെച്ച് പരസ്യം ചെയ്യാൻ, ദൂർത്തടിക്കാൻ പണമുണ്ട്. ഈ കോർപ്പറേഷനെ തകർത്ത ഒരു ഗവൺമെന്റ് അല്ലേ? ആ ഡ്രൈവറും കണ്ടക്ടറും കേൾക്കട്ടെ എന്ന് വിചാരിച്ച് പ്രസംഗിച്ച അവരുടെ പിന്തുണ കിട്ടും നമുക്ക്. അവരെല്ലാം വോട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ 534 പഞ്ചായത്ത് നമ്മൾ ജയിക്കുമോ? 4 കോർപ്പറേഷൻ നമ്മൾ ജയിക്കുമോ? 7 ജില്ലാ പഞ്ചായത്ത് ജയിക്കുമോ? ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റി ജയിക്കുമോ? എന്നിട്ട് ഇവർ പഠിക്കാൻ നടക്കുകയാണ്. ഇത്രയായിട്ട് ഇവർ പഠിച്ചില്ലേ? 10 കൊല്ലമായിട്ട് പാവങ്ങളെ കൊള്ളയടിച്ച ഒരു സർക്കാരിനോടുള്ള
പ്രതിഷേധം. എന്നോട് ഒരു അമ്മച്ചി ചോദിച്ചത്, സാറേ ഇത് ഏപ്രിൽ വരെ ആക്കാതെ ഒരു 2 മാസം മുന്നോട്ടാക്കാൻ പറ്റുമെന്നാണ്. ഏതാ എലക്ഷൻ? 2 മാസം കഴിയുമ്പം തീരുമെന്ന് പറഞ്ഞിട്ട് പോലും ആളുകൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. 2 മാസം കൂടെ വേണോ? നേരത്തെ ആക്കാൻ പറ്റൂല എലക്ഷൻ? ഒരു ഫെബ്രുവരിയിൽ എലക്ഷൻ ആക്കാൻ പറ്റൂല എന്ന് ആളുകൾ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ്? താങ്ങാൻ കഴിയുന്നില്ല. അത്രയും ദുഷിച്ച് നാറിയ ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. നമുക്ക് പെൻഷൻ കിട്ടുന്നില്ല, പക്ഷേ കറണ്ട് ചാർജ് കൂട്ടുന്നില്ലേ, വെള്ളക്കരം കൂട്ടുന്നില്ലേ, ബസ് ചാർജ് കൂട്ടുന്നില്ലേ, ഭൂനികുതി കൂട്ടുന്നില്ലേ, കെട്ടിട നികുതി കൂട്ടുന്നില്ലേ, രജിസ്ട്രേഷൻ ഫീസ് കൂട്ടുന്നില്ലേ, എല്ലാം കൂട്ടുന്നില്ലേ. സർക്കാർ ആശുപത്രിയുടെ OPയുടെ ചാർജ് വരെ കൂട്ടിയില്ലേ. വിലക്കയറ്റം കൊണ്ട് ആളുകൾ പൊറുതിമുട്ടുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റ നിരക്ക് CPI പ്രകാരം കേരളത്തിലാണ്. CPI ബിനോയ് വിശ്വത്തിന്റെ CPI അല്ല, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അതുപ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയുള്ളത് കേരളത്തിലാണ്. ആ രൂക്ഷമായ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സേവനങ്ങളുടെ വർധനവ്, ഇതെല്ലാം മലയാളികൾ ഒരു വശത്ത് അനുഭവിക്കുകയാണ്. അങ്ങനെ അനുഭവിക്കുന്ന ആളുകൾക്കാണ് അവർക്ക് അർഹതപ്പെട്ട, അവർ അങ്ങോട്ട് അംശാദായം അടച്ച ക്ഷേമനിധി നിന്നും ലഭിക്കേണ്ട പെൻഷനും ആനുകൂല്യങ്ങളും ഇവിടെ നിഷേധിക്കുന്ന അങ്ങേയറ്റം നീതീകരിക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ലഭിച്ച ക്ഷേമനിധി ചെലവഴിക്കുന്നില്ല എന്ന് മാത്രമല്ല, വൻകിട നിർമ്മാണങ്ങൾ, അവരിൽ നിന്നും ക്ഷേമനിധി പിരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇപ്പൊ വിഴിഞ്ഞം, അവിടെ നിന്നും കെട്ടിട നിർമ്മാണ ക്ഷേമനിധിയിലേക്ക് പണം പിരിക്കുന്നില്ല. അതേപോലെ ദേശീയപാത നിർമ്മാണം നടക്കുകയാണ്, കാസർഗോഡ് മുതൽ കഴക്കൂട്ടം വരെ. അവരുടെ കയ്യിൽ നിന്നും ക്ഷേമനിധിയിലേക്ക് പണം പിരിക്കുന്നില്ല. ഊരാളുങ്കലിന് യാതൊരു ടെൻഡറും ഇല്ലാതെ നേരിട്ടാണ് ഗവൺമെന്റ് എല്ലാ നിർമ്മാണങ്ങളും കൊടുക്കുന്നത്. അവരുടെ കയ്യിൽ നിന്നും ക്ഷേമനിധിയിലേക്ക് പണം പിരിക്കുന്നില്ല. അപ്പൊ ക്ഷേമനിധിയിലേക്ക് പണം പിരിക്കേണ്ടവരിൽ നിന്നൊന്നും തന്നെ പണം പിരിക്കുന്നില്ല. സാധാരണക്കാരിൽ നിന്നും പിരിച്ച പണം തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങളായി നൽകാനും സർക്കാർ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ സർക്കാരിനെതിരായിട്ട് ഇത്തരത്തിലുള്ള ഒരു സമരവുമായി മുന്നോട്ട് വരാൻ ഇടയായത്. ദൂർത്ത്, ഇപ്പൊ ലോക കേരള സഭ എന്ന് പറഞ്ഞിട്ടൊരു ദൂർത്ത് കഴിഞ്ഞതേ ഉള്ളൂ. കേരളത്തിലെ പ്രവാസികൾക്ക് ഈ സർക്കാർ വന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. പക്ഷേ ലോക കേരള സഭ നടത്തും, കോൺക്ലേവുകൾ നടത്തും. കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തില്ലെങ്കിലും നിർമ്മാണ കോൺക്ലേവ് നടത്തും. ഇവിടെ കൊണ്ടുവര സുബ്രഹ്മണ്യൊക്കെ ഇരിക്കുന്നു. കശുവണ്ടി തൊഴിലാളികൾക്ക് കല്ലാടൻജി, നമ്മുടെ INTUCയുടെ സമാരാധനായ നേതാവ് ശ്രീ തോമസ് കല്ലാടൻ അവർകളും സ്വാഗതം നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ സ്വാഗതം പറയുകയാണ്. കശുവണ്ടി മേഖലയിൽ ഫാക്ടറികളെല്ലാം ഓരോ ദിവസവും അടച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കശുവണ്ടി കോൺക്ലേവ് നടത്തും, തൊഴിലാളിക്ക് ഒരു ആനുകൂല്യം കൊടുക്കത്തില്ല. ഇങ്ങനെ ഇയാൾക്കാരോ PR കൈവശം കൊടുത്തിരിക്കുകയാണ് ഈ മുഖ്യമന്ത്രിക്ക്. PR ഏജൻസികൾ എല്ലാത്തിനും കോൺക്ലേവാണ്. ശബരിമലയിൽ ഒരു കോൺക്ലേവ് നടത്തിയതിന്റെ പിറ്റേന്ന് മുതലാണ് അവിടുത്തെ സ്വർണം കട്ടതിന്റെ വിവരം പുറത്തു വന്നത്. അവിടുത്തെ കോൺക്ലേവിന്റെ പേരെന്തോരം വരുന്ന സേട്ട? ആഗോള അയ്യപ്പ സംഗമം. അതായിരുന്നു ശബരിമല കോൺക്ലേവ്. അതിന്റെ പിറ്റേ ദിവസം മുതൽ അവിടുത്തെ കൊള്ളയുടെ വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഇന്ന് പത്മകുമാറിന്റെ ജാമ്യം നിഷേധിച്ച് റിമാൻഡിന്റെ കാലാവധി നീട്ടി ജയിലിൽ കിടക്കുകയാണ് CPMന്റെ പ്രമുഖരായ നേതാക്കന്മാർ. ആ അഴിമതിക്കാരെ, കൊള്ളക്കാരെ എല്ലാം ഒരു വശത്ത് സംരക്ഷിക്കുന്നു. കോടിക്കണക്കിന് രൂപ ദൂരത്തിന് ആഘോഷങ്ങൾക്ക്
വ്യാജ പ്രചരണങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നു.